إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ സൂറത്തുൽ ഹശ്റിലൂടെ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അല്ലയോ മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, അല്ലാഹുവിലും അവൻ്റെ ദീനിലും അവനയച്ച റസൂലിലും അന്ത്യനാളിലും വിശ്വാസമുള്ള മുഅ്മിനുകളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, ഓരോ നഫ്സും ഓരോ ശരീരവും നാളേക്ക് വേണ്ടി എന്താണ് സ്വരുക്കൂട്ടി വച്ചിട്ടുള്ളത് എന്ന് ചിന്തിച്ചു കൊള്ളട്ടെ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും നന്നായി സൂക്ഷ്മമായി നിരീക്ഷിച്ചറിയുന്നവനാകുന്നു. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് ഓരോരുത്തരോടും ആദ്യമായും അവസാനമായും നൽകിയിട്ടുള്ള വസിയ്യത്താണ് ഇത്തഖുല്ലാഹ് എന്നുള്ളത്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന കാര്യം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ്. നമ്മൾ ഓരോരുത്തരും അതിന് കൽപ്പിക്കപ്പെട്ടവരാണ്. അല്ലാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് 2 തവണ ഇത്തഖുല്ലാഹ് എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് എന്ന് ആദ്യം പറഞ്ഞു. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. എന്നിട്ട് അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞു, വീണ്ടും അല്ലാഹു വത്തഖുല്ലാഹ് എന്ന് പറഞ്ഞു, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു. തഖ്വയുടെ പ്രാധാന്യം സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കേണ്ടതാണ്. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ രഹസ്യത്തിലും പരസ്യത്തിലും, കാണുമ്പോഴും കാണാത്തപ്പോഴും, ആളുകൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും, എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബിൻ്റെ കൽപ്പനകൾ പാലിക്കുക, അവൻ്റെ വിരോധങ്ങൾ, അവൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു, വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ നഫ്സും ഓരോ ആത്മാവും ഓരോ ശരീരവും അഥവാ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളട്ടെ, നാളേക്ക് വേണ്ടി എന്താണ് സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ളത് എന്ന്. എന്നിട്ടാണ് അള്ളാഹു വീണ്ടും അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിയത്.
ഈ ആയത്ത് സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം അത് വീണ്ടും വിചാരം ചെയ്യാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ കയ്യിൽ നാളേക്ക് വേണ്ടി എന്താണുള്ളത് എന്ന് ചിന്തിക്കാനുള്ള ആയത്താണിത്. ഏതാണ് ഈ ഗദൻ, നാളെ എന്ന് പറഞ്ഞാൽ ആ നാളെ ഏതാണ്? നാളെ എന്നത് നാളെയുടെ തീയതിയല്ല പ്രിയമുള്ളവരെ, മറിച്ച് അതൊരു പക്ഷേ ഇപ്പോൾ ആയിത്തീരാം. അഥവാ നമ്മുടെ ശ്വാസം നിലച്ച് നമ്മൾ മരിച്ചു എന്ന് ആയിക്കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ നാളെ ആരംഭിക്കുകയാണ്. അതാണ് നമ്മുടെ നാളെ. നമ്മുടെ ഓരോരുത്തരുടെയും നാളെ അതാണ്, അതല്ലാതെ നാളത്തെ തീയതിയല്ല. ആ നാളെ എപ്പോഴാണ് നമുക്ക് വരിക എന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, എന്താണുള്ളത് എന്ന് ജീവിച്ചിരിക്കുമ്പോൾ, ആയുസ് ബാക്കിയുള്ളപ്പോൾ ചിന്തിച്ചു കൊള്ളുക. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ മരണാനന്തരം എൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ടതാണ്. അള്ളാഹു നമ്മോട് നമ്മെ തന്നെ വിചാരണ ചെയ്യാൻ പറയുകയാണ്. അതുകൊണ്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ പ്രസിദ്ധമാണ്. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ ഓരോരുത്തരും സ്വയം വിചാരണ നടത്തുക, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുന്നേ. എന്താണ് സഹോദരങ്ങളെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ ഓരോരുത്തരും വിചാരണ ചെയ്യപ്പെടും. അള്ളാഹുവിൻ്റെ മുന്നിൽ ചെരുപ്പില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ, വസ്ത്രമില്ലാതെ, കയ്യിലൊന്നുമില്ലാതെ അർളുൽ മഹ്ശറിൽ ചെന്ന് നിൽക്കുമ്പോൾ അതാണ് നമ്മുടെ വിചാരണയുടെ വേള. ആ വിചാരണയുടെ വേളയിൽ എന്തുണ്ട് കയ്യിൽ? ആ വിചാരണ വേള വന്നെത്തുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ സ്വന്തത്തെ വിചാരണ ചെയ്യുക എന്നാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അഥവാ സഹോദരങ്ങളെ, നമ്മിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും കുറവുകൾ, ന്യൂനതകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ, ന്യൂനതകൾ, അപാകതകൾ, അഥവാ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട്, അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് പരിപൂർണമായി 100% കൂറുപാലിച്ചു, അനുസരണ കാണിച്ചു എന്ന് പറയാൻ ആർക്കാണ് സഹോദരങ്ങളെ ധൈര്യമുള്ളത്? നമുക്കൊരാൾക്കും അതിന് ധൈര്യമില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് വീഴ്ചകൾ പറ്റുന്നുണ്ട്, അതല്ലെങ്കിൽ പറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മിൽ കുറവുകളുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളോട്. അതുപോലെ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ, അള്ളാഹു റബ്ബുൽ ആലമീൻ വിരോധിച്ച കാര്യങ്ങൾ, അതുമായി ഇടപെടുമ്പോൾ നമ്മുടെ കയ്യിൽ കുറവുകളുണ്ട്, ന്യൂനതകളുണ്ട്. അതുകൊണ്ട് അത് പുനഃപരിശോധിച്ച് വീണ്ടും വിചാരണ ചെയ്ത് നന്നാവാൻ, തൗബ ചെയ്യാൻ, ചെയ്തുപോയ തെറ്റുകളെ തൊട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ, ഇനി ആ തെറ്റിലേക്ക് അടുക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാൻ, എന്നിങ്ങനെ സഹോദരങ്ങളെ അള്ളാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് നിങ്ങൾ നോക്കൂ, ഇത്തഖുല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്, നമ്മോട് പറഞ്ഞത് നാളേക്ക് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ചിന്തിക്കുക. എന്നിട്ട് വീണ്ടും തഖ്വ പറഞ്ഞു. അഥവാ ആദ്യം അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞു, എന്നിട്ട് നാളെയുടെ കാര്യം ഓർമ്മപ്പെടുത്തി വീണ്ടും തഖ്വ പറഞ്ഞു. കാരണം ഇതാണ് സഹോദരങ്ങളെ, കുറവുകൾ, ന്യൂനതകൾ നമ്മുടെ കൈകളിൽ ഉണ്ടാകും തീർച്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആദമിൻ്റെ മക്കൾ, മനുഷ്യർ ധാരാളമായി അബദ്ധങ്ങൾ പിണയുന്നവരാണ്, ധാരാളമായി തെറ്റുകൾ സംഭവിക്കുന്നവരാണ്. ഖത്താഉൻ എന്ന് പറഞ്ഞാൽ ധാരാളം തെറ്റുകൾ സംഭവിക്കും, അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. എന്നാൽ അവരിൽ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാണ് ഏറ്റവും ഉത്തമരായ ആളുകളെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണർത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, എന്താണ് എൻ്റെ കയ്യിലുള്ളത്? നാളേക്ക് വേണ്ടി എന്തുണ്ട് എൻ്റെ കയ്യിൽ? ഇതാ 3-4 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു കലണ്ടർ മാറ്റിവെക്കുകയാണ്. മുസ്ലിമീങ്ങൾ തീയതികൾ നോക്കുക ഹിജ്റ കലണ്ടർ അവലംബിച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും സാധാരണ
കലണ്ടർ മാറ്റുക ജനുവരി മാസത്തിലാണല്ലോ. ആ മാസം ജനുവരി 1 രാത്രി അതല്ലെങ്കിൽ ആ ദിവസം ആഘോഷിക്കുകയും അതിന് ആശംസകൾ പറയുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിന് എതിരാണ്, അഥവാ ഈ ദീനിൽ പഠിപ്പിക്കപ്പെടാത്ത കാര്യമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മിക്കുക. സഹോദരങ്ങളെ, ആ രാത്രി ആഘോഷിക്കുമ്പോൾ, ഒരു കലണ്ടർ മാറ്റിവെക്കുമ്പോൾ, അടുത്ത ഒരു കൊല്ലത്തിലേക്ക്, ഒരു വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ഈ ആയത്ത് നമ്മോട് ചോദിക്കുന്നു, മനുഷ്യ, നിന്റെ കയ്യിൽ എന്തുണ്ട്? എന്താണ് സഹോദരങ്ങളെ പറയാനുള്ളത് നമുക്ക്? ആ പുതുവത്സര ആശംസകൾ അർപ്പിക്കുന്ന ആളുകളോട് ചോദിക്കട്ടെ, തൻ്റെ ആയുസ് കഴിയുമ്പോൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിനാണോ ഈ ആശംസകൾ പറയേണ്ടത്? എൻ്റെ ആയുസ് തീരുകയാണ്, മരണത്തിലേക്ക് ഞാൻ അടുക്കുകയാണ് എന്നതിന് ആശംസകൾ പറയാനാണോ സഹോദരങ്ങളെ നമ്മൾ തയ്യാറാവേണ്ടത്? അതല്ല, നമ്മുടെ ജീവിതം നന്നാക്കാനാണോ നമ്മൾ സമയം കണ്ടെത്തേണ്ടത്? ഒരു കലണ്ടർ മാറ്റിവെക്കുമ്പോൾ, ഒരു വർഷം മാറുമ്പോൾ നമ്മൾ ആ പഴയതുപോലെയല്ല, നമ്മൾ മാറുകയാണ്, നമ്മുടെ ആയുസ് കൂടുകയാണ്. നമ്മുടെ ആയുസ് കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും പരലോകത്തേക്കുള്ള യാത്രയിലാണുള്ളത്. നമ്മൾ ഇഹലോകത്ത് പരീക്ഷണത്തിൻ്റെ ഈ കേന്ദ്രത്തിലേക്ക് അള്ളാഹു നമ്മെ അയച്ചത് പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കുവാൻ വേണ്ടിയാണ്. ആ വിഭവങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത്. നമ്മൾ യാത്രയിലാണ്, നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പരലോകത്തേക്കുള്ള യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം മാറുമ്പോൾ, ഒരു പുതിയ കലണ്ടർ തീയതി അത് മാറി വരുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ പരലോകത്തേക്കുള്ള യാത്രയുടെ ദൂരം കുറയുകയാണ്. പരലോകത്തേക്കുള്ള യാത്രയുടെ ദൂരം കുറയുകയാണ്. അതോടൊപ്പം എന്താണ് സംഭവിക്കുന്നത്? ഇഹലോകത്തെ നമ്മുടെ ജീവിതം അത് കുറഞ്ഞു വരികയാണ്. ദുനിയാവിൽ ജീവിക്കാനുള്ള ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞു. ഈ ഒരു രാത്രി കഴിഞ്ഞാൽ എൻ്റെ ആയുസ്സിൽ ഒരു രാത്രി കഴിയുകയാണ്. ഒരു വർഷം കഴിയുമ്പോൾ സഹോദരങ്ങളെ, ഒരു വയസ്സ് കൂടുകയാണ്. ദുനിയാവിലെ ഒരു വർഷം കുറയുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ആശംസകൾ അർപ്പിച്ച് തുള്ളിച്ചാടാൻ സാധിക്കുക? കാരണം സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തഖ്വ അത് പാലിക്കാൻ സാധിക്കാത്ത ആളുകൾ താണ് കേണ് പൊട്ടിക്കരഞ്ഞ് ചോദിക്കും, ലഅല്ലി യഅമലു സാലിഹൻ ഫീമാ തറക്തു. അല്ലാഹുവേ, ഞാൻ ചെയ്യാതെ വിട്ടേച്ചു പോയ, ഉപേക്ഷ വരുത്തിയ കർമ്മങ്ങൾ ചെയ്യാൻ എന്നെ ഒന്ന് മടക്കി അയക്കണേ. ഒരു സെക്കൻഡ്, ഒരു നിമിഷം, ഒരൽപ്പം സമയം റബ്ബേ നീ എനിക്ക് നൽകണേ എന്ന് ചോദിക്കുന്ന, പൊട്ടിക്കരയുന്ന, അട്ടഹസിക്കുന്ന ആയത്തുകൾ അല്ലാഹു അറിയിക്കുന്നു പരിശുദ്ധ ഖുർആനിൽ. അപ്പോൾ എങ്ങനെയാണ് സഹോദരങ്ങളെ വർഷങ്ങൾ മാറി മറിയുമ്പോൾ ആർത്തുല്ലസിക്കാൻ സാധിക്കുക? ഒരു സെക്കൻഡിന് വേണ്ടി, ഒരു നിമിഷത്തിന് വേണ്ടി പൊട്ടിക്കരയുമ്പോൾ, താണ് കേണ് അപേക്ഷിക്കുമ്പോൾ, ജീവിതത്തിൽ എല്ലാ പോരായ്മകളും നിലനിർത്തിക്കൊണ്ട് തഖ്വ പാലിക്കാതെ ജീവിച്ചിട്ടും എന്തേ ആയുസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? എന്തേ ഈ ദിവസം എന്നത് എൻ്റെ ആയുസാണ്? സഹോദരങ്ങളെ, എന്തേ നമ്മൾ മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് അത് വളരെ പ്രസക്തമാണ്. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുന്നേ സ്വയം വിചാരണ ചെയ്യുക. സഹോദരങ്ങളെ, സമയമുണ്ട്. അള്ളാഹു ആയുസ് നീട്ടിത്തന്നിരിക്കുകയാണ്. അള്ളാഹു ആയുസ് നീട്ടിത്തന്നത് ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഓരോ സെക്കൻഡും, ഓരോ നിമിഷവും, ഓരോ ദിവസവും കിട്ടുന്നുണ്ടോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാനാണ് ആ സമയങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ ബാക്കിയിൽ കാണാം, വസിനു അൻഫുസകും ഖബ്ല അൻ തൂസനു. നിങ്ങൾ പരലോകത്ത് നിങ്ങളുടെ കർമ്മങ്ങളും അതുപോലെ ആ ചെയ്ത നിങ്ങളെയും തുലാസിൽ ഭാരം തൂക്കുന്നതിന് മുന്നേ നിങ്ങൾ തൂക്കി നോക്കുക. പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തുലാസിൽ തൂക്കും, അതുപോലെ തന്നെ പ്രിയമുള്ളവരെ അത് ചെയ്ത നമ്മളെയും തൂക്കും. അതുകൊണ്ട് ദുനിയാവിൽ നന്നായി തിന്ന് തടി കൊഴുപ്പിക്കുക എന്നതല്ല, മറിച്ച് അവിടെ ഭാരം തൂങ്ങുക കർമ്മങ്ങളാണ്. അവിടെ തഖ്വയാണ് ഭാരം തൂങ്ങുക. ആ അർദുൽ മഹ്ശറിൽ എല്ലാ കാര്യങ്ങളും പ്രദർശിക്കപ്പെടുന്ന ആ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഒന്നും മറഞ്ഞു പോവാത്ത, എല്ലാം പ്രകടമാകുന്ന ആ ദിവസത്തിനു വേണ്ടി ഒരുങ്ങിക്കൊള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, നമ്മൾ തൂക്കി നോക്കുക, എന്താണ് നമ്മുടെ കൈകളിലുള്ളത്, എന്താണ് നമ്മുടെ ഏടുകളിലുള്ളത്. ഈ തൂക്കി നോക്കാനുള്ള
സമയമാണ് നമുക്കുള്ളത്. അതാണ് മഹാനായ സഹാബി ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്. നമ്മൾ തൂക്കപ്പെടും സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുന്നത് പോലെ. അതാ ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അറാഖിന്റെ കൊള്ളി പറിക്കാൻ ഒരു മരത്തിൽ കയറുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുണി കാലിൻ്റെ ഭാഗത്ത് നിന്നൊരൽപ്പം നീങ്ങിയപ്പോൾ നേരിയ മെലിഞ്ഞ ഉണങ്ങിയ അദ്ദേഹത്തിൻ്റെ കാലുകൾ കണ്ടപ്പോൾ താഴെ കൂടെയുള്ള ആളുകൾ ചിരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മിമ്മ തൽഹഖൂൻ, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? അവർ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഇബ്നു മസ്ഊദിൻ്റെ മെലിഞ്ഞുണങ്ങിയ കാലുകൾ കണ്ടപ്പോൾ ഞങ്ങൾ ചിരിച്ചുപോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ഉഹുദിൻ, എൻ്റെ ആത്മാവ് ഏതൊരുവൻ്റെ കയ്യിലാണോ ആ അല്ലാഹു തന്നെ സത്യം. അല്ലാഹുവിൻ്റെ മീസാനിൽ, തുലാസിൽ നാളെ ഉഹദിനേക്കാൾ ഭാരം തൂങ്ങുന്ന 2 കാലുകളാണവ. നോക്കൂ നിങ്ങൾ, ദുനിയാവിലെ തടിയും വണ്ണവും ശരീരത്തിൻ്റെ കിലോഗ്രാമുമല്ല സഹോദരങ്ങളെ, മറിച്ച് കർമ്മങ്ങളാണ്. ആ കർമ്മം ചെയ്യുമ്പോഴുള്ള നമ്മുടെ തഖ്വയാണ്, അള്ളാഹുവിനുള്ള കീഴ്വണക്കമാണ്, അള്ളാഹുവിനെ അനുസരിക്കലാണ്. പരലോകത്ത് നമ്മുടെ കർമ്മങ്ങളും അതുപോലെ നാമും തൂക്കപ്പെടുമ്പോൾ നമുക്ക് രക്ഷ നൽകപ്പെടുക. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഇന്നഹു ലയഅതി റജുലുൽ അദീമു സമീനു യൗമൽ ഖിയാമ, തീർച്ചയായും നല്ല ഭാരമുള്ള തടിച്ചു കൊഴുത്ത ഒരു മനുഷ്യൻ ഖിയാമത്ത് നാളിൽ അയാളെ കൊണ്ടുവരപ്പെടും. ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ, അയാൾ അല്ലാഹുവിൻ്റെ അടുക്കൽ, അല്ലാഹുവിൻ്റെ മീസാനിൽ ഒരു കൊതുകിൻ്റെ ചിറകിനോളം വരെ ഭാരം തൂങ്ങുകയില്ല. ഒരു കൊതുകിൻ്റെ ചിറകിനോളം വരെ ഭാരം അയാൾക്കുണ്ടാവുകയില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തടിച്ചു കൊഴുത്ത നല്ല ഭാരമുള്ള ഒരു മനുഷ്യൻ ഖിയാമത്ത് നാളിൽ വരും, അയാളെ കൊണ്ടുവരപ്പെടും. പക്ഷേ ഒരു കൊതുകിൻ്റെ ചിറക് എന്താണ് സഹോദരങ്ങളെ അതിൻ്റെ വലിപ്പം? കാണാൻ തന്നെ സാധിക്കുകയില്ല. കൈയോട് പിടിക്കാൻ തന്നെ നമുക്ക് സാധിക്കാത്ത രൂപത്തിലുള്ള അത്രയും നിസാരമായ ചെറിയ കാര്യമാണ് കൊതുകിൻ്റെ ചിറക് എന്നത്. അതിനോളം വരെ ഭാരം തൂങ്ങുകയില്ല, വലിപ്പമുണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാരണം അല്ലാഹു തആല നിഷേധികളെക്കുറിച്ച്, അല്ലാഹുവിനെ ധിക്കരിച്ച ആളുകളെക്കുറിച്ച് പറഞ്ഞു, ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഖിയാമത്ത് നാളിൽ അവർക്ക് യാതൊരു രൂപത്തിലുള്ള ഭാരവും തൂങ്ങുകയില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണോ മനുഷ്യ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ളത് എന്ന് നമ്മളോട് ഓരോരുത്തരോടും അല്ലാഹു ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു വീണ്ടും തഖ്വ പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കർമ്മങ്ങൾ കൃത്യമായി സൂക്ഷിച്ച് നിരീക്ഷിച്ചറിയുന്നവനാകുന്നു. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിനറിയാം നമ്മുടെ കർമ്മങ്ങൾ. അതുകൊണ്ട് റബ്ബിന് വേണ്ടിയാക്കാൻ, അള്ളാഹുവിന് വേണ്ടിയാക്കാൻ, തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വിചാരണ ചെയ്യുക. ദിവസങ്ങൾ തീരുമ്പോൾ, ആയുസ് ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചിന്തിക്കുക. നമ്മൾ ഓരോരുത്തരും സ്വന്തം വിചാരണ ചെയ്യാൻ പരിശ്രമിക്കുക. മറ്റുള്ളവരെ വിചാരണ ചെയ്യാൻ അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചികഞ്ഞന്വേഷിച്ച് അവരുടെ കാര്യങ്ങൾ, അവരുടെ കർമ്മങ്ങൾ നോക്കാനല്ല സഹോദരങ്ങളെ അല്ലാഹു നമ്മെ ഏൽപ്പിച്ചത്. മറിച്ച് നമ്മുടെ കർമ്മങ്ങൾ നോക്കാനും അത് തിരുത്താനും ശരിയാക്കാനുമാണ് അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ കാര്യം അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. നമ്മുടെ സ്വന്തം കാര്യം, നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അതുകൊണ്ട് അല്ലാഹു പറയുന്നു ശേഷം, വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മറന്ന ഒരു വിഭാഗത്തെ പോലെ ആയിപ്പോവരുത്. നാളെയുടെ കാര്യം ഓർമ്മപ്പെടുത്തി എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വലാ തകൂനു, നിങ്ങളായിപ്പോവരുത് കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറന്നവരെ പോലെ.
അള്ളാഹുവിനെ മറന്ന ഒരു കൂട്ടരുണ്ട്, അള്ളാഹുവിനെ മറന്നുപോയ ആളുകളുണ്ട്. നിങ്ങൾ അവരെ പോലെ ആവരുത്. കാരണം അള്ളാഹുവിനെ നിങ്ങൾ മറന്നാൽ ഫഅൻസാഹും അൻഫുസഹും, എന്താണ് സംഭവിക്കുക? അള്ളാഹുവിനെ നമ്മൾ മറന്നാൽ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അധികാരത്തിൽ നിന്ന് യാതൊന്നും കുറയാനില്ല. അള്ളാഹു എപ്പോഴും മലിക്കുൽ ജബ്ബാറാണ്. അവൻ അള്ളാഹുവാണ്, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. അവൻ എല്ലാ സ്തുതിക്കും അർഹതയുള്ളവരാണ്. അവൻ ഖാലിഖാണ്, റാസിഖാണ്, അവൻ അൽ മുദബ്ബിറാണ്, അവൻ എല്ലാമാണ് എല്ലാ കാലത്തും. നമ്മൾ അള്ളാഹുവിനെ അനുസരിച്ചാൽ അത് നമുക്കാണ് അതിൻ്റെ പ്രയോജനം. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളാവരുത്. കാരണം ഫഅൻസാഹും അൻഫുസഹും, അവർ അവരെ തന്നെ മറന്നവരെ പോലെയാകും. അഥവാ സഹോദരങ്ങളെ, അള്ളാഹുവിനെ നമ്മൾ മറന്നാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മെ തന്നെ മറന്നവരെ പോലെയാകും. അഥവാ നമുക്കെന്താണ് ഇഹലോകത്ത് ഉപകാരമുള്ളത് നമ്മൾ മറന്നുപോകും. എന്താണ് പരലോകത്തേക്ക് വേണ്ടത് നമ്മൾ മറന്നുപോകും. ഇഹലോകത്തേക്കും പരലോകത്തേക്കും വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നുപോകും അള്ളാഹുവിനെ നമ്മൾ മറന്നാൽ. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അങ്ങനെ അള്ളാഹുവിനെ മറന്നുപോയ ആളുകളാണ് അധർമ്മകാരികൾ. അള്ളാഹുവിൻ്റെ അനുസരണത്തിൽ നിന്നും തെറ്റിപ്പോയവരാണവർ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ നോക്കൂ നിങ്ങൾ. അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളാവരുത്. അതുകൊണ്ടാണ് അള്ളാഹു തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് സൂറത്തുൽ മുനാഫിഖൂനിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, അല്ലയോ ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്നും നിങ്ങളെ തെറ്റിച്ചു കളയാതിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഗുണകാംക്ഷയാണ്. സത്യവിശ്വാസികളോട് അള്ളാഹു പറയുന്നു, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ, സഹോദരങ്ങളെ, ഇത് രണ്ടും ദുനിയാവിൽ നമ്മെ തെറ്റിച്ചു കളയും. നമ്മുടെ സമ്പത്ത് പലപ്പോഴും അള്ളാഹുവിനെ മറക്കാൻ അത് കാരണമായേക്കാം. നമ്മുടെ സന്താനങ്ങൾ മക്കൾക്ക് വേണ്ടി, മക്കളുടെ കാര്യത്തിനു വേണ്ടി, അവരുടെ പിടിവാശിക്ക് വേണ്ടി പലപ്പോഴും അള്ളാഹുവിനെ ധിക്കരിക്കേണ്ടി വന്നേക്കാം. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളുടെ സമ്പത്തോ അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്നും നിങ്ങളെ തെറ്റിച്ചു കളയാതിരിക്കട്ടെ. നിങ്ങൾ തെറ്റിപ്പോവരുത്. സത്യവിശ്വാസികളോടാണ് അള്ളാഹു പറയുന്നത്. നോക്കൂ നിങ്ങൾ, മുഅ്മിനീങ്ങളോടാണ് അള്ളാഹു പറയുന്നത്. എത്ര ഗൗരവമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ മുഅ്മിനീങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക, എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ആരെങ്കിലും അത് പ്രവർത്തിച്ചാൽ, ആരെങ്കിലും അങ്ങനെ തെറ്റിപ്പോയാൽ, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അക്കൂട്ടർ അവർ തന്നെയാകുന്നു നഷ്ടക്കാർ. സഹോദരങ്ങളെ, നഷ്ടക്കാർ എന്ന് പറഞ്ഞാൽ നരകക്കാർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇഹലോകത്തെ നഷ്ടമല്ല, പരലോകത്തെ നഷ്ടം. ഇഹലോകത്തെ നഷ്ടം എന്നത് അത് ദുനിയാവിലെ നഷ്ടം മാത്രമാണ്. അത് നമുക്ക് തിരിച്ചെടുക്കാം, വീണ്ടെടുക്കാം അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ടെങ്കിൽ. പക്ഷേ പരലോകത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതെന്നേക്കുമുള്ള നഷ്ടമാണ്. ആ നഷ്ടം നികത്താൻ സാധിക്കുകയില്ല എന്നത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. സഹോദരങ്ങളെ, ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളായിപ്പോവരുത്. അള്ളാഹുവിനെ മറന്ന ഒരു വിഭാഗത്തെ പോലെ നിങ്ങൾ ആയിപ്പോവരുത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ മറന്നുപോകും, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവപ്പെട്ട താക്കീതുകളാണിത്, വളരെ ഗൗരവപ്പെട്ട ഓർമ്മപ്പെടുത്തലുകളാണിത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയുന്നു, ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന, നരകക്കാരും സ്വർഗക്കാരും ഒരുപോലെ ആവുകയില്ല. നരകക്കാരും സ്വർഗക്കാരും ഒരുപോലെ ആവുകയില്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗക്കാരാണ് വിജയിച്ച ആളുകൾ, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ട ആളുകളാണ് വിജയികൾ. സഹോദരങ്ങളെ, സ്വർഗക്കാരും നരകക്കാരും ഒരിക്കലും ഒരുപോലെ ആവുകയില്ല. അള്ളാഹു നന്മ ചെയ്തവരെയും തിന്മയുടെ ആളുകളെയും ഒരിക്കലും ഒരുപോലെ ആക്കുകയില്ല. അള്ളാഹു പറഞ്ഞു, അള്ളാഹു ചോദിക്കുകയാണ്, അം ഹസിബല്ലദീന ഇജ്തറഹു സയ്യിആത്ത്
അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത് സവാഅൻ മഹ്യാഹും വമമാതുഹും. തിന്മകളിൽ മുങ്ങിക്കുളിച്ച ആളുകൾ അവർ വിചാരിക്കുകയാണോ അവരുടെ ജീവിതവും അവരുടെ മരണവും അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകളെപ്പോലെ ആയിത്തീരുമെന്ന്? സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച ആളുകളും നന്മകൾ ചെയ്ത ആളുകളും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് കീഴൊതുങ്ങിയ ആളുകളും അതല്ലാത്തവരും ഒരുപോലെയാകുമോ? അങ്ങനെയാണോ അവർ വിചാരിച്ചു വച്ചിരിക്കുന്നത്? സഹോദരങ്ങളെ, ഒരിക്കലുമല്ല, ഒരിക്കലും അങ്ങനെ ആവുകയില്ല. നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും തിന്മയുടെ ആളുകളും ഒരിക്കലും ഒരുപോലെയല്ല. അതുകൊണ്ടാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ നാളേക്ക് വേണ്ടി എന്ത് കയ്യിലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറയുകയും എന്നിട്ട് അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആവുകയും ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം സ്വർഗവും നരകവും ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗവും നരകവും ഒരിക്കലും ഒരുപോലെയല്ല. തിന്മയിൽ മുങ്ങിക്കുളിച്ച ആളുകളും തിന്മയുടെ ആളുകളും നന്മയുടെ ആളുകളും ഒരിക്കലും ഒരുപോലെയാവുകയില്ല. അള്ളാഹു ചോദിക്കുന്നു, അവരുടെ ജീവിതവും മരണവും ഒരുപോലെയാവുമെന്നാണോ അവർ വിചാരിച്ചു വച്ചിരിക്കുന്നത്? സാഅ മാ യഹ്കുമൂൻ. എത്ര മോശമാണ് അവർ കണക്ക് കൂട്ടി വെച്ചിട്ടുള്ളത്. അവരുടെ വിധി എന്നത് എത്ര മോശമായ ഒരു വിധിയാണ്. അവരെന്താണ് അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? ഒരിക്കലുമല്ല. നന്മയുടെ ആളുകളുടെ മരണവും തിന്മയുടെ ആളുകളുടെ മരണവും ഒരിക്കലും ഒരുപോലെയാവുകയില്ല. ശുഭകരമായ അന്ത്യം, നല്ല മരണം പ്രതീക്ഷിക്കാവുന്നത് ഈമാനും അമലു സാലിഹാത്തും സൽക്കർമ്മങ്ങളും ഉള്ള ആളുകൾക്ക് മാത്രമാണ്. അതല്ലാത്തവരുടെ മരണം സഹോദരങ്ങളെ ഒരിക്കലും സൽക്കർമ്മം ചെയ്ത ആളുകളുടെ മരണം പോലെ ശുഭകരമായ മരണമാവുകയില്ല. ദുനിയാവിൽ നിന്ന് എങ്ങനെ മരിച്ചു പോവാനാണോ അള്ളാഹു തീരുമാനിച്ചത് അങ്ങനെ നമ്മൾ ഓരോരുത്തരും മരിക്കും, ശരിയാണ്. പക്ഷേ എങ്ങനെ മരിച്ചാലും ആ മരിക്കുന്ന സന്ദർഭത്തിൽ ശുഭകരമായ അന്ത്യമായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പറഞ്ഞുകൊണ്ട് മരിക്കാൻ സാധിക്കണമെങ്കിൽ അത് ഈമാനും അമലു സാലിഹാത്തും മാത്രമേ നമുക്കതിന് സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് നന്മകളുടെ ആളുകളും തിന്മകളുടെ ആളുകളും ഒരുപോലെ ആവുകയില്ല എന്നതുപോലെയാണ് അത് ചെയ്ത് സ്വർഗത്തിൽ പോകുന്ന ആളുകളും തിന്മ ചെയ്ത് നരകത്തിൽ പോകുന്ന ആളുകളും ഒരിക്കലും ഒരുപോലെ ആവുകയില്ല എന്ന് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അതാ വീണ്ടും ചോദിക്കുന്നു, വമാ, അല്ലാഹു പറയുന്നു, വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ. കാഴ്ചയുള്ള ആളും അന്ധനായ ആളും ഒരുപോലെ ആവുകയില്ല. അതുപോലെ തന്നെയാണ് വല്ലദീന ആമനു വഅമിലു സാലിഹാത്തി വലൽ മുസീ. ഈമാൻ ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളും അതിന് നേർവിപരീതമായ തിന്മകളുടെ ആളുകളും ഒരിക്കലും ഒരുപോലെ ആവുകയില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഉപമ നോക്കൂ നിങ്ങൾ. കണ്ണുള്ളവനും അഥവാ കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും ഒരിക്കലും ഒരുപോലെ ആവുകയില്ല. ബുദ്ധിയുള്ള ആർക്കാണ് പറയാൻ സാധിക്കുക? അന്ധനായ കാഴ്ചയില്ലാത്ത ഒരാളും കാഴ്ചയുള്ള ഒരാളും ഒരുപോലെയാണെന്ന് ബുദ്ധിയുള്ള ഒരാളും പറയുകയില്ല. എങ്കിൽ അള്ളാഹു പറയുകയാണ്, ആ ബുദ്ധി ഉപയോഗിച്ചു മനുഷ്യ നീ ചിന്തിക്കുക. വല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി വലൽ മുസീ. ഈമാൻ ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളും തിന്മകൾ ചെയ്ത പാപങ്ങൾ ചെയ്ത അള്ളാഹുവിനെ ധിക്കരിച്ചവനും ഒരിക്കലും ഒരുപോലെ ആവുകയില്ല. എത്ര മനോഹരമായ ഉദാഹരണത്തിലൂടെയാണ് സഹോദരങ്ങളെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഈ ഗുണകാംക്ഷയുള്ള വാക്കുകൾ അറിയിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർആനിലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണിവ. അതുകൊണ്ട് സഹോദരങ്ങളെ, ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന. അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, സ്വർഗക്കാരും നരകക്കാരും ഒരിക്കലും ഒരുപോലെ ആവുകയില്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗക്കാരാണ് വിജയികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. നരകക്കാരും സ്വർഗക്കാരും ഒരുപോലെ ആവുകയില്ല. സ്വർഗക്കാരാണ് വിജയിച്ച ആളുകൾ. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ചോദിക്കുകയാണ്, അം നജ്അലുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. അല്ലാഹുവിലുള്ള ഈമാൻ ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകളെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയ കുഴപ്പക്കാരായി നടക്കുന്ന ആളുകളെപ്പോലെ നാം ആക്കും എന്നാണോ അവർ വിചാരിക്കുന്നത്? അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. തഖ്വ പാലിക്കുന്ന ആളുകളെയും അധർമ്മകാരികളെയും ഒരുപോലെയാക്കുമെന്നാണോ അവർ വിചാരിച്ചു വച്ചിരിക്കുന്നത്? സഹോദരങ്ങളെ, സമാനമായ ധാരാളം ആയത്തുകൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കിതാബിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും സ്വർഗക്കാരും നരകക്കാരും ഒരുപോലെയല്ല എന്നതുപോലെ സഹോദരങ്ങളെ, ആദ്യം നമ്മൾ കേട്ട ആയത്തിൽ വന്നതുപോലെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. നാളേക്ക് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്കൽ എന്താണുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളട്ടെ. വീണ്ടും അല്ലാഹു പറയുന്നു, അല്ലാഹുവിനെ സൂക്ഷിക്കുക. സഹോദരങ്ങളെ, ഈ അല്ലാഹുവിനോടുള്ള സൂക്ഷ്മതയാണ്, അല്ലാഹുവിനോടുള്ള ഈ തഖ്വയാണ്, ഈ സൂക്ഷ്മതയാണ് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുക. ആ സ്വർഗത്തിലേക്കുള്ള വഴി അത് കരസ്ഥമാക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ ദുനിയാവിൽ നമ്മോട് ചിന്തിക്കാൻ, ഓർമ്മിക്കാൻ പറയുകയാണ്. എന്താണ് മനുഷ്യ കൈകളിലുള്ളത്, എന്താണ് പ്രവർത്തനങ്ങളിലുള്ളത്, എന്ത് സൽക്കർമ്മങ്ങളാണ് ചെയ്തത് എന്ന് ചിന്തിക്കുക. സഹോദരങ്ങളെ, ചിന്തിച്ചാൽ കിട്ടും. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, സലഫു സാലിഹുകൾ, അവർ ചിന്തിക്കാറുണ്ട്. അവർ ആത്മപരിശോധന നടത്തുന്നവരാണ്. സ്വന്തത്തിൻ്റെ കാര്യം അവർ വിചാരണ ചെയ്യാറുണ്ട് ഓരോ ദിവസവും. സഹോദരങ്ങളെ, നമ്മളും ആത്മപരിശോധന നടത്തുന്നവരായിരിക്കണം. ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്തുണ്ട് എൻ്റെ കയ്യിൽ, എന്താണ് എൻ്റെ കൈകളിലുള്ളത്. നമ്മളെല്ലാവരും പുതിയ കലണ്ടർ മാറ്റിവെച്ചല്ലോ. സഹോദരങ്ങളെ, ആ കലണ്ടറിലേക്ക് നോക്കുമ്പോൾ 2025 എന്ന് കാണുമ്പോൾ നമ്മുടെ ജനന തീയതി കൂടി ഒന്ന് നോക്കുക. എത്ര വർഷമായി ദുനിയാവിൽ, എത്ര കാലമായി അള്ളാഹുവിൻ്റെ ദുനിയാവിൽ ജീവിക്കുന്നു. ഇനിയുള്ള ജീവിതം, ഇനിയുള്ള കാലമെന്നത് ജീവിച്ച അത്രയും ജീവിക്കുമെന്നൊരു ഉറപ്പുമില്ല. ഈ കാലമത്രയും ഇനിയും കിട്ടുമോ എന്ന് സഹോദരങ്ങളെ നമുക്കറിയില്ല. പ്രായമുണ്ടോ? മരണത്തിനില്ല. നാളെ ആവാൻ പ്രായമൊരു തടസ്സമല്ല. എത്രയെത്ര നല്ല ആരോഗ്യമുള്ളവരാണ്, ഒരു രോഗവുമില്ലാതെ പൊടുന്നനെ മരിച്ചുപോയത്. സഹോദരങ്ങളെ, നമ്മൾ എത്ര വാർത്തകൾ കേട്ടു. അടുത്ത ദിവസങ്ങളിൽ എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടത്. പൊടുന്നനെ നല്ല ആരോഗ്യമുണ്ടായിരുന്നവർ, നമ്മോട് സംസാരിച്ചവർ, നമ്മുടെ കൂടെ ഇരുന്നവർ, തമാശകൾ പറഞ്ഞവർ, അതാ കേൾക്കുന്നു അയാൾ മരിച്ചുപോയി, അയാൾ മരിച്ചിരിക്കുന്നു. ഇതേപോലെ നമ്മളെക്കുറിച്ചും കേൾക്കും, ആൾ മരിച്ചുപോയിരിക്കുന്നു. ഇത്ര നല്ല മനുഷ്യനായിരുന്നു, എന്താരോഗ്യമുള്ള ആളുകളായിരുന്നു. പലപ്പോഴും നമ്മൾ മരണവാർത്തകൾ കേൾക്കുമ്പോൾ, ആളുകളെ കാണുമ്പോൾ നമ്മൾ വിലയിരുത്തുക അവരുടെ പ്രായവും അവരുടെ രൂപവുമെല്ലാമാണ്. ചെറുപ്പക്കാരനായിരുന്നു, നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ആ വയസ്സും ആരോഗ്യവും പ്രായവും ഒരിക്കലും നമ്മുടെ നാളെ അഥവാ നമ്മുടെ മരണത്തിന് നാളെയാവാനുള്ള തടസ്സമല്ല. ആരോഗ്യമുള്ള എത്രയോ ആളുകൾ മരിച്ചുപോയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ആയത്തുകൾ നമ്മൾ ചിന്തിക്കുക. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? എത്രയോ നിത്യരോഗികൾ സഹോദരങ്ങളെ ജീവിക്കുന്നു ഒരുപാട് കാലം. ഇന്ന് മരിക്കും നാളെ മരിക്കുമെന്ന് വിധിയെഴുതപ്പെട്ട ആളുകൾ ഒരുപാട് കാലം ജീവിക്കുന്നതായി നമ്മൾ കാണാം. പ്രായമോ ആരോഗ്യമോ രോഗമോ ഒന്നും തടസ്സമല്ല. എത്ര ചെറിയ മക്കൾ, ചെറിയ കുട്ടികൾ കേട്ടില്ലേ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ? സ്കൂളിലേക്ക് പോയി തിരിച്ചു മടങ്ങിയില്ല. അവർ തിരിച്ചു വീടുകളിലേക്ക് മടങ്ങിയത് അവരുടെ ജീവനില്ലാത്ത ശരീരങ്ങളാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ധരിച്ച നമ്മുടെ ഈ വസ്ത്രം, അതിൻ്റെ കുടുക്ക് നമ്മൾ അഴിക്കുമോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ നാളെ ആവാൻ പ്രത്യേകിച്ച് കാലതാമസമൊന്നും വേണ്ടതില്ല. എന്തിനേറെ പറയുന്നു, ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നെനിക്ക് യാതൊരു ഉറപ്പുമില്ല.
ഒരുപക്ഷെ അതിനു മുന്നേ മരിച്ചുപോയേക്കാം. എത്ര എത്ര സംഭവങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആള് മരിക്കുകയാണ്. ഇങ്ങനെ പ്രിയമുള്ളവരെ, പ്രായമോ ആയുസോ ഒന്നും നമുക്ക് തടസ്സമല്ല. നാളെ എന്ന് പറഞ്ഞാൽ അത് നാളെ നമ്മുടെ മരണത്തോടുകൂടി ആരംഭിക്കും. ആ നാളെയിലേക്ക് എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? അതാണ് ആവർത്തിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ടത്. ഈ പുതുവത്സരവും അതിൻ്റെ ആഘോഷവും നമ്മൾ ചിന്തിക്കുക, ആടി തിമിർക്കാനുള്ളതാണോ ഈ ആയുസ്? ഈ കഴിഞ്ഞ ഒരു വർഷം എന്നത് ആഘോഷിച്ച് പറഞ്ഞേക്കാനുള്ളതാണോ? ആ കഴിഞ്ഞ വർഷം എന്നതിന് വിലയില്ലേ പ്രിയമുള്ളവരെ? എത്ര പുതുവത്സരങ്ങൾ നമ്മൾ കണ്ടു. ആ പുതുവത്സരങ്ങളിൽ കാണുന്ന തോന്നിവാസങ്ങളും ഹറാമിൻ്റെ കാഴ്ചകളും പണം, പൈസ, സമ്പത്ത് അത് ദൂർത്തടിക്കലും കാണുമ്പോൾ നമ്മളിങ്ങനെ മേൽപോട്ട് നോക്കിയിരിക്കരുത്. നമ്മൾ ചിന്തിക്കുക, എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? ഇന്ന് മരിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്നു പറയാൻ എന്താണുള്ളത്? ഉറപ്പോടുകൂടി പറയാൻ എന്തുണ്ട് കൈകളിൽ? എത്ര കർമ്മങ്ങളുണ്ട്, എത്ര ഇബാദത്തുകളുണ്ട്, എത്ര സൽക്കർമ്മങ്ങളുണ്ട്. നമ്മൾ തന്നെ ചെയ്യണം. നമ്മുടെ കർമ്മങ്ങൾ മാത്രമേ നമുക്ക് ആത്യന്തികമായി പരലോകത്ത് സഹായകമാവുകയുള്ളൂ. നമ്മൾ പണിയെടുക്കണം. അല്ലാഹു ഇത്തഖുല്ലാ എന്ന് പറഞ്ഞത് നമ്മളോട് ഓരോരുത്തരോടുമാണ്. വൽതൻദുർ നഫ്സുൻ എന്ന് പറഞ്ഞത് ഓരോ നഫ്സിനോടുമാണ്, ഓരോരുത്തരോടുമാണ്. മറ്റുള്ളവരുടെ നന്മകളോ മറ്റുള്ളവരുടെ പാപഭാരമോ നമ്മെ ബാധിക്കുന്ന കാര്യമല്ല. നമുക്ക് മുറിയാതെ പ്രതിഫലം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്, ശരിയാണ്. ഖബറിലേക്കും നമ്മൾ മരിച്ചാലും പ്രതിഫലങ്ങൾ വരുന്ന ചില കർമ്മങ്ങളുണ്ട്, ശരിയാണ്. പക്ഷെ അതല്ല ആത്യന്തികമായി നമുക്കുള്ളത്. നമ്മുടെ കർമ്മങ്ങളാണ്. ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു അല്ലാഹു അക്ബർ എന്ന ഒരു ദിക്ർ, അത് വലിയ കാര്യമാണ്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ, അള്ളാഹു വാജിബാക്കിയ നിസ്കാരങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, അതിനെ തൊട്ട് പിന്തി നിൽക്കുക, അതിനെ മറന്നുപോവുക, റബ്ബിനോടുള്ള തഖ്വ അത് മറന്നുപോവുക എന്നത് എത്ര മോശമായ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാളെയാവാൻ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല. ഏത് സമയത്തും നമ്മുടെ നാളെയാവാം. പ്രായമോ ആരോഗ്യമോ ഒന്നും ഒരു തടസ്സവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് നമ്മുടെ നാളെയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ചിന്തയാണ് കലണ്ടർ മാറ്റിവെക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. തീയതികൾ ഇങ്ങനെ മാറുമ്പോൾ, രാപ്പകലുകൾ ഇങ്ങനെ മാറുമ്പോൾ ചിന്തിക്കാനുള്ളതാണതിൽ. എന്താണ് ഈ മാറുന്നത്? ആയുസ്സല്ലേ ഈ മാറുന്നത് എന്ന് ചിന്തിക്കുകയും കൂടുതൽ പ്രയത്നിക്കുകയും ചെയ്യുകയാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആയത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് വതസവ്വദു, നിങ്ങൾ സാദ് കൈക്കൊള്ളുക, വിഭവങ്ങൾ കൈക്കൊള്ളുക. നിങ്ങൾ ഹജ്ജിനുള്ള യാത്രയിൽ യാത്രാ വിഭവങ്ങൾ നിങ്ങൾ ഒരുക്കുക. ഫഇന്ന ഖൈറ സാദി തഖ്വ, നിങ്ങൾ ഒരുക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമം തഖ്വയാണ്. എല്ലാ സമയത്തും സഹോദരങ്ങളെ നമുക്കുള്ളത് തഖ്വയാണ്. ഏറ്റവും നല്ല വിഭവം എന്നത് തഖ്വയാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കലാണ്. അത് അപ്പുറത്തും ഇപ്പുറത്തും 2 തവണ പറഞ്ഞിട്ടാണ് അതിനിടയിൽ അള്ളാഹു പറഞ്ഞത് നാളേക്ക് വേണ്ടി എന്തുണ്ട്. അത് അള്ളാഹുവിനെ സൂക്ഷിക്കാനാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കാനാണ്, അള്ളാഹുവിനെ അനുസരിക്കാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞ ആയത്തുകൾ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. നാളേക്ക് വേണ്ടി എന്തുണ്ട്? അള്ളാഹുവിനെ മറന്ന് പോയ ഒരു സമൂഹത്തെ പോലെ, ആളുകളെ പോലെ നിങ്ങൾ ആയിപ്പോവരുത്. സ്വർഗവും നരകവും ഒരുപോലെയല്ല. സ്വർഗക്കാരാണ് വിജയികൾ. അതാണ് അടിവരയിട്ട് അവസാനം നമ്മൾ നമ്മുടെ മനസ്സിൽ കുത്തിവെക്കേണ്ടത്. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗക്കാരാണ് വിജയികൾ. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചോ അവരാണ് വിജയികൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, അപാകതകൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മുസ്ലിമീങ്ങളാക്കി ജീവിക്കാനും അതിലായി മരിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക്
അടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.